ഹായ് ഓൾ, ബേസിക് ഇലക്ട്രോണിക്സിന്റെ പുതിയൊരു ലെക്ചറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മൊബൈൽ കമ്മ്യൂണിക്കേഷനെ പറ്റിയാണ്. അപ്പോൾ എന്താണ് മൊബൈൽ കമ്മ്യൂണിക്കേഷൻ? മൊബൈൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ടെലിഫോൺ സർവീസസ് ടു ഫോൺസിലേക്കുള്ള ടെലിഫോൺ സർവീസസ് നമ്മൾ ഒരിടത്ത് ഫിക്സ് ചെയ്ത് ചെയ്യാതെ പകരം നമുക്ക് അത് എവിടെ വേണമെങ്കിലും ഫ്രീ ആയിട്ട് കൊണ്ട് നടന്ന് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അതിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം? മൊബൈൽ കമ്മ്യൂണിക്കേഷൻ എന്ന് വിളിക്കാം. എന്ന് വെച്ചാൽ നമ്മുടെ മൊബൈൽ ഫോണിലോട്ട് നമ്മുടെ ഏതെങ്കിലും ഒരു ഫോണിലോട്ട് നമുക്ക് കോൾ ചെയ്യണമെങ്കിൽ നമ്മൾ ഒരിടത്ത് ഫിക്സ് ചെയ്ത് അല്ലല്ലോ നമ്മൾ കോൾ ചെയ്യുന്നത്. നമുക്ക് എവിടെ വേണമെങ്കിലും മൊബൈൽ ഫോൺ കൊണ്ടു നടന്ന് പോക്കറ്റിൽ ഇട്ടുകൊണ്ട് നടന്ന് നമുക്ക് വിളിക്കാൻ പറ്റും. അങ്ങനെയുള്ള കമ്മ്യൂണിക്കേഷനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? മൊബൈൽ കമ്മ്യൂണിക്കേഷൻ എന്ന് വിളിക്കുന്നത്. അന്നേരം മൊബൈൽ ഫോൺസ് എന്ന് പറയുന്നത് സാധാരണ ഒരു നെറ്റ്വർക്ക് ഓഫ് ബേസ് സ്റ്റേഷൻസുമായിട്ട് കണക്റ്റഡ് ആണ്. കുറേ ബേസ് സ്റ്റേഷൻസുമായിട്ട് എന്ത് കണക്റ്റഡ് ആണ്? മൊബൈൽ ഫോൺസ് കണക്റ്റഡ് ആണ്. ഈ നെറ്റ്വർക്ക് ഇന്റർ കണക്റ്റഡ് ടു പബ്ലിക് സ്വിച്ച്ഡ് ടെലിഫോൺ നെറ്റ്വർക്ക്. ഈ ഒരു നെറ്റ്വർക്ക് ഈ കണക്ട് ചെയ്തിരിക്കുന്ന ബേസ് സ്റ്റേഷൻസ് എന്ന് പറയുന്നത് എന്തുമായിട്ട് കണക്ട് ചെയ്യും? ഇന്റർ കണക്റ്റഡ് ആണ്. പബ്ലിക് സ്വിച്ച്ഡ് ടെലിഫോൺ നെറ്റ്വർക്കുമായിട്ട് ഇന്റർ കണക്റ്റഡ് ആണ്. അന്നേരം നമുക്ക് ആരെ വേണമെങ്കിലും ഈ പബ്ലിക് സ്വിച്ച്ഡ് ടെലിഫോൺ നെറ്റ്വർക്ക് എന്ന് വെച്ചാൽ നമുക്ക് ഓരോ ഹോം ലൊക്കേഷനിൽ ഇരിക്കുന്ന ആളുകളെ ഓരോരുത്തരുടെയും വീട്ടിലിരിക്കുന്ന ഫോണിലോട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഓരോ നമ്പർ ഡയൽ ചെയ്ത് നമുക്ക് ഏത് വേൾഡിൽ ലോകത്ത് എവിടെയുള്ള ആളെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കോണ്ടാക്ട് ചെയ്യാൻ പറ്റും. ബേസിക് പ്രിൻസിപ്പിൾ ഓഫ് സെല്ലുലാർ കമ്മ്യൂണിക്കേഷൻ ആണ് ഈ കൊടുത്തിരിക്കുന്നത്. അന്നേരം നമുക്ക് ഈ കാണിച്ചിരിക്കുന്നത് ഒരു മൊബൈൽ ഡിവൈസ് ആണ്. ഇതിൽ നിന്ന് നമുക്ക് കോൾ ചെയ്യാം. കോൾ ചെയ്യുമ്പോഴത്തേക്കും ഒരു മൊബൈൽ ടെലിഫോൺ സ്വിച്ചിങ് ഓഫീസ് ഉണ്ട്. ഇതുവഴി നമുക്ക് PSTN നെറ്റ്വർക്ക് വഴി നമുക്ക് ഏതെങ്കിലും വീട്ടിലിരിക്കുന്ന നമ്പറിലോട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മൊബൈൽ ഫോണിലോട്ടോ വല്ലതുമൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കോണ്ടാക്ട് ചെയ്യാൻ പറ്റും. അന്നേരം നമുക്ക് ഏതെങ്കിലും വീടുകളിൽ ഫിക്സ് ചെയ്തിരിക്കുന്ന നമ്പറിലോട്ടാണ് കോണ്ടാക്ട് ചെയ്യേണ്ടതെങ്കിൽ PSTN പബ്ലിക് സ്വിച്ച്ഡ് ടെലിഫോൺ നെറ്റ്വർക്ക് വഴി അതിനെ സ്വിച്ച് ചെയ്ത് നമുക്ക് ആ ഒരു ലൊക്കേഷനിൽ ആ ഒരു ഹോമിലിരിക്കുന്ന ഫോൺ ഡിവൈസുമായിട്ട് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. ഇനി നമ്മൾ നോക്കുന്നത് ഇതിനകത്ത് യൂസ് ചെയ്തിട്ടുള്ള നെറ്റ്വർക്ക് കമ്പോണൻസ് ഏതൊക്കെയാണെന്നാണ്. ആദ്യത്തെ ഒരു നെറ്റ്വർക്ക് കമ്പോണന്റ് ആണ് സെൽ സൈറ്റ്. സെൽ സൈറ്റിനകത്ത് ഉള്ളത് ഒരു ട്രാൻസ്മിറ്റർ ആൻഡ് റിസീവർ ഫോർ ഫോൺ കണക്ഷന് വേണ്ടിയിട്ടുള്ള ട്രാൻസ്മിറ്ററും റിസീവറുമാണ് ഇതിനകത്ത് വരുന്നത്, സെൽ സൈറ്റിൽ വരുന്നത്. പിന്നെ നമ്മൾ ഈ കണ്ടത് ഇതിനകത്ത് ഈ കാണുന്നതാണ് ഒരു സെൽ സൈറ്റ്. ഇനി ഇതിനകത്ത് വേറെ കണ്ടത് ഒരു മൊബൈൽ ടെലിഫോൺ സ്വിച്ചിങ് ഓഫീസാണ് കണ്ടത്. മൊബൈൽ ടെലിഫോൺ സ്വിച്ചിങ് ഓഫീസ് എന്ന് പറയുന്നത് യൂസ് ചെയ്യുന്നത് ഇതിനകത്തെ ഈ കമ്മ്യൂണിക്കേഷനിലെ കൺട്രോൾ ആൻഡ് ഓപ്പറേഷണൽ പർപ്പസിന് വേണ്ടിയിട്ടാണ്. കൺട്രോളും അതിന്റെ ഓപ്പറേഷണൽ പർപ്പസിന് വേണ്ടിയിട്ടാണ് മൊബൈൽ ടെലിഫോൺ സ്വിച്ചിങ് ഓഫീസ് യൂസ് ചെയ്യുന്നത്. പിന്നെ എന്ത് കണ്ടു? നമ്മളൊരു PSTN നെറ്റ്വർക്ക് കണ്ടു അല്ലെ? PSTN അല്ലെങ്കിൽ പബ്ലിക് സ്വിച്ച്ഡ് ടെലിഫോൺ നെറ്റ്വർക്ക് കണ്ടു. ഇതിന്റെ പർപ്പസ് എന്ന് പറയുന്നത് പ്രൊവൈഡ്സ് കണക്ഷൻ ടു ഫോൺസ് ലൊക്കേറ്റഡ് ഇൻ ഇൻഡിവിജ്വൽ ഹോംസ്. ഓരോ വീടുകളിലിരിക്കുന്ന ഇൻഡിവിജ്വൽ ഹോംസിലിരിക്കുന്ന ആ ഫോൺസുമായിട്ട് കണക്ഷൻസ് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അല്ലെ? കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഏത് യൂസ് ചെയ്യുന്നത്? PSTN നെറ്റ്വർക്ക് യൂസ് ചെയ്യുന്നത്. ഇനി ഈ കമ്മ്യൂണിക്കേഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സെല്ലുലാർ കമ്മ്യൂണിക്കേഷൻ അല്ലേ? അന്നേരം എന്താണ് സെൽസ് എന്ന് നോക്കാം. എ സെൽ ഈസ് ദ ബേസിക് ജിയോഗ്രഫിക്കൽ യൂണിറ്റ് ഓഫ് എ സെല്ലുലാർ സിസ്റ്റം. ഒരു സെല്ലുലാർ സിസ്റ്റത്തിലെ ബേസിക് ജിയോഗ്രഫിക് യൂണിറ്റിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? സെൽ എന്ന് വിളിക്കുന്നത്. അന്നേരം ഈ ഒരു സെൽ എന്ന് പറയുന്നത് എന്താണ്? ഒരു സെല്ലുലാർ സിസ്റ്റത്തിലെ ബേസിക് ജിയോഗ്രഫിക് യൂണിറ്റ് ആണ് സെൽ. സെല്ലുലാർ മീൻസ് ദ ഏരിയ ഇൻറ്റു വിച്ച് കവറേജ് റീജിയൺ ഈസ് ഡിവൈഡഡ്. സെല്ലുലാറിന്റെ മീനിങ് എന്ന് വെച്ചാൽ കവറേജ് റീജിയൺ എങ്ങനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നു, അല്ലെങ്കിൽ ദ ഏരിയ ഇൻറ്റു വിച്ച് ഏത് ഏരിയയിലാണ് കവറേജ് റീജിയനെ എങ്ങനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നു, അതിനെയാണ് നമ്മൾ സെല്ലുലാർ എന്ന് ഉദ്ദേശിക്കുന്നത്. Cells are base stations transmitting over small geographic area that are represented as hexagon. അന്നേരം സെൽ എന്ന് പറയുന്നത് ഒരു ബേസ് സ്റ്റേഷൻ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന സ്മാൾ ജിയോഗ്രാഫിക് ഏരിയാസിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? സെൽസ് എന്ന് വിളിക്കുന്നത്. അതിനെ ഡിനോട്ട് ചെയ്യുന്നത് ഹെക്സഗൺ വെച്ചിട്ടാണ്. അന്നേരം നമ്മളെ ടവറൊക്കെ കണ്ടിട്ടില്ലേടേ? മൊബൈൽ ടവറൊക്കെ ഇല്ലേ? അന്നേരം ആ ടവർ കവർ ചെയ്യുന്ന ആ ഒരു ഏരിയയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? സെൽ എന്ന് വിളിക്കുന്നത്. ആ ഒരു ജിയോഗ്രഫിക് ഏരിയയാണ് സെൽ എന്ന് വിളിക്കുന്നത്. അന്നേരം ഇവിടെ നടുക്കൊരു ടവർ ഉണ്ടെങ്കിൽ ആ ടവർ കവർ ചെയ്യുന്ന ഏരിയയാണ് എന്തെന്ന് വിളിക്കുന്നത്? സെൽ എന്ന് വിളിക്കുന്നത്. അത് സെല്ലിനെ ഡിനോട്ട് ചെയ്യുന്നത് എന്ത് വെച്ചിട്ടാണ്? ഹെക്സഗണൽ ഷേപ്പ് വെച്ചിട്ടാണ് നമ്മൾ സെൽസിനെ ഡിനോട്ട് ചെയ്യുന്നത്.
In mobile system, a given region or country is divided into several cells of hexagonal shape. അന്നേരം ഒരു മൊബൈൽ സിസ്റ്റത്തിനകത്താണെങ്കിൽ ഒരു റീജിയൺ, ഒരു ഏരിയ അല്ലെങ്കിൽ ഒരു കൺട്രി എന്ന് പറയുന്നത് കുറേ ഹെക്സഗണൽ ഷേപ്പ് അല്ലെങ്കിൽ കുറേ സെൽസ് കൊണ്ട് എന്താണ് ഡിവൈഡ് ചെയ്തിരിക്കുകയാണ്. ഡിപ്പെൻഡിങ് ഓൺ ദ ലൊക്കേഷൻ ആൻഡ് പോപ്പുലേഷൻ ഡയമീറ്റർ ഓഫ് ദ സെൽസ് വേരീസ്. അന്നേരം നമ്മൾ ലൊക്കേഷനെ ബേസ് ചെയ്തിട്ടും അതേപോലെ എന്താണ് പോപ്പുലേഷൻ, അവിടുത്തെ ജനസംഖ്യയെ ബേസ് ചെയ്തിട്ടും ഈ സെല്ലിന്റെ ഡയമീറ്ററിന് എന്ത് സംഭവിക്കാം? വ്യതിയാനം സംഭവിക്കാം. സെല്ലിന്റെ ഡയമീറ്റർ കൂടുകയും കുറയുകയൊക്കെ ചെയ്യാം. അവിടുത്തെ ലൊക്കേഷനും അതേപോലെ പോപ്പുലേഷനും, ജനസംഖ്യ എത്രയുണ്ട്, ആ ലൊക്കേഷൻ ഏത് ഏരിയയിലാണ് ആ ടവർ ഇരിക്കുന്നത്, അതിനെയൊക്കെ ബേസ് ചെയ്തിട്ട് സെല്ലിന്റെ ഡയമീറ്ററിന് വേരിയേഷൻ സംഭവിക്കാം. In heavily populated cities, cell diameter is 1 to 2 kilometer, and in less populated regions like villages, it is in 1 to 16 kilometer. അന്നേരം പോപ്പുലേഷൻ കൂടുതലാണെങ്കിൽ സെല്ലിന്റെ ഡയമീറ്റർ എന്ന് പറയുന്നത് കുറവായിരിക്കും. പോപ്പുലേഷൻ കുറവാണെങ്കിൽ സെല്ലിന്റെ ഡയമീറ്റർ എന്ന് പറയുന്നത് കൂടുതലായിരിക്കും. പോപ്പുലേഷൻ കുറവാണെങ്കിൽ എന്താണ് സെല്ലിന്റെ ഡയമീറ്റർ എന്ന് പറയുന്നത് കുറവാണ്, ഏതാണ്ട് 1 to 16 കിലോമീറ്റർ ആണ്. പോപ്പുലേഷൻ കൂടുതലാണെങ്കിൽ സെല്ലിന്റെ ഡയമീറ്റർ എന്ന് പറയുന്നത് കുറവായിരിക്കും, 1 to 2 കിലോമീറ്ററേ കാണും. എന്ന് വെച്ചാൽ ഒരു ടവർ അത്രയും ഏരിയ മാത്രമേ കവർ ചെയ്യൂ, കാരണം അത്രയും യൂസേഴ്സ് അവിടെ ഉണ്ട് അല്ലേ, അത്രയും മൊബൈൽ ഫോൺ യൂസേഴ്സ് ഉണ്ട്. അതുകൊണ്ട് അതിന്റെ കവറേജ് ഏരിയ കുറയ്ക്കും, എങ്കിൽ മാത്രമേ എല്ലാവർക്കും ഈക്വൽ ആയിട്ട് അതിന്റെ പവറും സിഗ്നലിന്റെ പവറും മറ്റു കാര്യങ്ങളും എല്ലാം കിട്ടും. അതുകൊണ്ട് ഏരിയ ഡയമീറ്റർ എന്ന് പറയുന്നത് കുറവായിരിക്കും. അതേസമയം പോപ്പുലേഷൻ കുറവുള്ള ഏരിയയിലാണെങ്കിൽ സെല്ലിന്റെ ഡയമീറ്റർ എന്ത് ചെയ്യും? കൂട്ടുകയും ചെയ്യും. സബ്സ്ക്രൈബേഴ്സ് ഇൻ എ സെൽ വിൽ ബി ഗിവൺ എ ഫ്രീക്വൻസി ആൻഡ് അഡ്ജസന്റ് സെൽസ് വിൽ ഹാവ് ഡിഫറെന്റ് ഫ്രീക്വൻസീസ്. അന്നേരം ഒരു സെല്ലിലെ സബ്സ്ക്രൈബേഴ്സിന് ഒരു ഫ്രീക്വൻസി കൊടുക്കും, അടുത്ത സെല്ലിലെ സബ്സ്ക്രൈബറിന് വേറെ ഡിഫറെന്റ് ഫ്രീക്വൻസി ആയിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നത്. അന്നേരം എന്താ, ഇത് ഒരു കൺട്രി അല്ലെങ്കിൽ ഒരു റീജിയൺ ആണ് ഈ കാണിച്ചിരിക്കുന്നത്. ഈ റീജിയണിനെ കുറേ സെൽസ് ആയിട്ട് കണ്ടോ, കുറേ കുഞ്ഞു 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 സെൽസ് അല്ലെങ്കിൽ ഹെക്സഗൺ ഷേപ്പ് ആയിട്ട് ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അന്നേരം ഈ കാണുന്നതാണ് ഇതിനകത്തെ ഒരു ബേസ് സ്റ്റേഷൻ ആണ് ഈ വരച്ച് വെച്ചിരിക്കുന്നത്. കണ്ടോ, ബേസ് സ്റ്റേഷൻ നമ്മളെ മൊബൈൽ ടവറിലടെ ആ ടവറാണ് ഈ കാണിച്ചിരിക്കുന്നത്. അന്നേരം ഈ ടവറിന് കവർ ചെയ്യാൻ പറ്റുന്ന ഏരിയയാണ് ഈ കൊടുത്തിരിക്കുന്നത്. എത്ര ഏരിയ ആർക്ക് കവർ ചെയ്യാൻ പറ്റും? ഈ ഒരു സെല്ലിന് കവർ ചെയ്യാൻ പറ്റും. ഈ ഒരു സെല്ലിനാണെങ്കിൽ അത് കവർ ചെയ്യുന്ന ഏരിയ എന്ന് പറയുന്നത് ഇത്ര ഏരിയ ആണ്. അതിന് ഈ ഏരിയ കവർ ചെയ്യാൻ പറ്റിയല്ല. ഓക്കെ, അന്നേരം നമ്മള് ഇതാണ് സെൽ തിയറി എന്ന് പറയുന്നത്. അന്നേരം സെല്ലുലാർ കമ്മ്യൂണിക്കേഷനിൽ നമ്മൾ ഒരു കൺട്രി അല്ലെങ്കിൽ റീജിയൺ എന്ന് പറയുന്നത് നമ്മൾ കുറേ സെൽസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നു. അന്നേരം ഈ എല്ലാ സെൽസിന്റെയും കൺട്രോൾ വരുന്ന ഒരു സംഭവമാണ് ഈ കൊടുത്തിരിക്കുന്ന മൊബൈൽ സ്വിച്ചിങ് സെന്റർ എന്ന് പറയുന്നത്. അത് ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ഇനി അങ്ങോട്ട് പഠിക്കും. ഇനി ഈ സെല്ലിന് എന്താണ് എന്ന് നമ്മൾ ഹെക്സഗൺ ഷേപ്പ് ആണെന്ന് പറഞ്ഞു. എന്തുകൊണ്ടാണ് ഈ സെല്ലിന് നമ്മൾ ഹെക്സഗൺ ഷേപ്പ് കൊടുത്തതെന്നാണ് ഇനി നോക്കാൻ പോകുന്നത്. അന്നേരം ഒരു സെല്ലുലാർ സിസ്റ്റത്തിലെ ഒരു സെല്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, അവിടെ എത്രമാത്രം ഏരിയ അത് കവർ ചെയ്യുന്നു, ആ സിഗ്നൽ കവർ ചെയ്യുന്നു എന്നുള്ളതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സെല്ലെന്ന് പറയുന്നത്. അന്നേരം അതിനകത്ത് പ്രത്യേകിച്ച് ഗ്യാപ്പ് ഒന്നും കൂടാതെ ആ ഒരു മൊബൈൽ സ്റ്റേഷൻ അല്ലെങ്കിൽ ആ ഒരു ബേസ് സ്റ്റേഷൻ കവർ ചെയ്യുന്ന ആ ഒരു ഏരിയയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? സെല്ലെന്ന് വിളിക്കുന്നത്. അന്നേരം സാധാരണ ഒരു മൊബൈൽ സ്റ്റേഷൻ ഉണ്ട്. ആ മൊബൈൽ സ്റ്റേഷന് കവർ ചെയ്യാൻ പറ്റുന്ന ഏരിയ എന്ന് പറയുന്നത് നമുക്ക് വേണമെങ്കിൽ ഒരു സർക്കിൾ ഷേപ്പിൽ നമുക്ക് വരയ്ക്കാം അല്ലേ, അതിന്റെ ചുറ്റുമുള്ള ഏരിയ അതിന് കവർ ചെയ്യാമെന്ന് നമുക്ക് പറയാം. അന്നേരം സാധാരണ നമ്മൾ ഈ ഏരിയ എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെയാണ് വരയ്ക്കാൻ പറ്റുന്നത്? സർക്കിൾ ഷേപ്പിലാണ്. പക്ഷേ ഐഡിയൽ റെപ്രസെന്റേഷൻ എന്ന് പറയുന്നത് സർക്കിൾ ആണെങ്കിലും നമ്മൾ എന്താണ്, ഹെക്സഗൺ എന്ന് പറയുന്നത് ഏതാണ്ട് സർക്കിളിന് ക്ലോസസ്റ്റ് ആയിട്ടുള്ള ഒരു ഡിസൈൻ ആണ് അല്ലേ. അതുകൊണ്ട് തന്നെ നമുക്ക് എന്താ, ഈ ഹെക്സഗൺ ഷേപ്പ് നമ്മൾ ഇതിന് വേണ്ടിയിട്ട് അപ്രോക്സിമേറ്റ് ചെയ്തു? സെല്ലിന് വേണ്ടിയിട്ട് അപ്രോക്സിമേറ്റ് ചെയ്തു. ഇനി ഈ സെല്ലിന് പെർഫെക്റ്റ് ഹെക്സഗൺ ഷേപ്പ് കിട്ടണമെന്നൊന്നും നമുക്ക് പറയാൻ പറ്റിയല്ല. റിയൽ വേൾഡ് ആപ്ലിക്കേഷനിൽ ഈ സെൽ ബൗണ്ടറീസ് എന്നൊക്കെ പറയുന്ന ഇൽ ഡിഫൈൻഡ് ആണ്. എന്ന് വെച്ചാൽ പെർഫെക്റ്റ് ഹെക്സഗൺ ഒന്നും ആവണമെന്നില്ല. ഈച്ച് സെൽ വേരീസ് ഡിപ്പെൻഡിങ് ഓൺ ദ ലാൻഡ്സ്കേപ്പ്. നമ്മൾ നേരത്തെ പറഞ്ഞു, ഓരോ സെല്ലിന്റെയും സൈസ് എന്ന് പറയുന്നത് എന്തിനനുസരിച്ച് വേരി ചെയ്യാം? ലാൻഡ്സ്കേപ്പിനനുസരിച്ച് വേരി ചെയ്യാം, അവിടുത്തെ പോപ്പുലേഷൻ അനുസരിച്ച് വേരി ചെയ്യും. ദ ട്രൂ ഷേപ്പ് ഓഫ് സെൽ ഈസ് നോട്ട് പെർഫെക്റ്റ് ഹെക്സഗൺ. അതുകൊണ്ട് എന്താണ്, സെല്ലിന്റെ ട്രൂ ഷേപ്പ് എന്ന് പറയുന്നത് എന്താവണമെന്നില്ല, ഒരു പെർഫെക്റ്റ് ഹെക്സഗൺ ആവണമെന്നില്ല. The power level of transmitter within a cell must be limited to reduce the interference with neighboring cells. അന്നേരം നമ്മൾ എപ്പോഴും ട്രാൻസ്മിറ്റർ
ഒരു സിംഗിൾ സെല്ലിനകത്ത് ഇരിക്കുന്ന ഒരു ട്രാൻസ്മിറ്ററിന്റെ പവർ എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യണം, എപ്പോഴും എന്ത് ചെയ്തു വെക്കണം, കൺട്രോൾ ചെയ്തു വെക്കണം, അല്ലെങ്കിൽ ലിമിറ്റ് ചെയ്തു വെക്കണം. ഇല്ലെങ്കിൽ എന്താണ്, അവിടെ അടുത്ത സെല്ലിലുള്ള നൈബറിങ് സെല്ലുമായിട്ട് എന്തിന് കാരണമാവും, ഇന്റർഫറൻസിന് കാരണമാവും. കാരണം എന്താ, ഇവിടെ ഈ സെല്ലിന്റെ പവർ എന്ന് പറയുന്നത് ഈ ഏരിയയിൽ മാത്രമായിട്ട് നിൽക്കണം, ഇത്രയും ഏരിയയിൽ മാത്രമായിട്ട് നിൽക്കണം. ഇതിന്റെ പവർ ഇങ്ങോട്ടും കൂടെ എത്തിക്കഴിഞ്ഞാൽ എന്താണ്, ഇവിടെയുള്ള സിഗ്നലുമായിട്ട് എന്താ ചെയ്യാം, ഇന്റർഫറൻസ് സംഭവിക്കാം. അതുകൊണ്ട് പവർ എന്ന് പറയുന്നത് ദ പവർ ലെവൽ ഓഫ് ദ ട്രാൻസ്മിറ്റർ വിത്തിൻ എ സിംഗിൾ സെൽ മസ്റ്റ് ബി ലിമിറ്റഡ് ടു റെഡ്യൂസ് ദ ഇന്റർഫറൻസ് വിത്ത് ദ നൈബറിംഗ് സെൽസ്. അന്നേരം ഈ കാണിച്ചിരിക്കുന്നത് ഒരു എന്താണ്, നമ്മുടെ ടവർ ആണ് ഈ വരച്ചു വെച്ചിരിക്കുന്നത്, കണ്ടോ. ഈ ടവറിന് കവർ ചെയ്യാൻ പറ്റുന്ന ഏരിയയാണ് ഈ എന്താണ്, ഈ സെല്ലായിട്ട് നമ്മൾ ഡിനോട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്, കണ്ടോ. ഈ ഏരിയയാണ്, ഈ ടവറിന് കവർ ചെയ്യാൻ പറ്റുന്ന ഏരിയയാണ് നമ്മൾ എന്തായിട്ട് വെച്ചിരിക്കുന്നത്, ഈ എന്താ ഹെക്സഗൺ ഷേപ്പിൽ മടിച്ചു വെച്ചിരിക്കുന്നത്. അന്നേരം ഈ സെല്ലിന് കവർ ചെയ്യാൻ പറ്റുന്ന ഏരിയ എന്ന് പറയുന്നത് ഏതാണ്ട് സെല്ല് നിൽക്കുന്നിടത്തുനിന്നും ഒരു 35 കിലോമീറ്റർ ചുറ്റും ഉള്ള ഏരിയ ഏതിന് കവർ ചെയ്യാൻ പറ്റും, ടവർ നിൽക്കുന്നിടത്ത് നിന്ന് 35 കിലോമീറ്റർ ചുറ്റുമുള്ള ഏരിയ കവർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇത്രയാണ് ബേസിക്സ്, നമ്മളെ മൊബൈൽ കമ്മ്യൂണിക്കേഷനുമായിട്ട് വന്നിട്ടുള്ള ബേസിക്സ്. എല്ലാവർക്കും ഈ ഒരു ക്ലാസ് മനസ്സിലായെന്ന് കരുതുന്നു. അടുത്ത വീഡിയോയുമായി കാണാം. സി യു.